Greetings to you in the name of our Lord and Savior Jesus Christ, who is coming soon to receive the glorious Church of God. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. This is Pastor Sunny K. Thomas from Changanur, signing on to once again to our Bible study. Last Wednesday, we have been talking about chapter 2, 1 to 3 verses. Today, we are going to discuss the 4 to 7 verses of second chapter of the book of Revelation. രണ്ടാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണു ഇരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഇങ്ങനെ ഓർപ്പിച്ചു, എല്ലാ സഭകൾക്കും ദൂത് എഴുതുമ്പോൾ അവരുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പോയിന്റ് ഔട്ട് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, 2 ഡിസഡ്വാൻറ്റേജസ് ആൻഡ് 1 അഡ്വാൻറ്റേജ്, ഇങ്ങനെയാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാറുണ്ട്. യു ഹാവ് ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. ക്രിസ്തു യേശുവിനോടുള്ള ആദ്യ സ്നേഹം നഷ്ടമായി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാറുണ്ട്. 2, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. യേശു കർത്താവ് തന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ യേശുവിന്റെ മുന്നോടിയായി, ഫോർറണ്ണറായി സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ വന്ന യോഹന്നാൻ സ്നാപകൻ, സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അദ്ദേഹത്തിന്റെയും മെസ്സേജ് യേശുവിന്റെ മെസ്സേജും കണ്ടംപററി ആയിട്ടുള്ള ഒരു മെസ്സേജായിരുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വന്നപ്പോ he began to preach, സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അതേപോലെ കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഇങ്ങനെ ഒരു പ്രസംഗത്തോടുകൂടാണ് യേശു തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അപ്പോ സുവിശേഷത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ. ഗോസ്പൽ ഓഫ് മാർക്ക് 1:15 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, the time is fulfilled and the kingdom of God is at hand. Repent and believe in the gospel. ശ്രദ്ധിക്കുക, repentance is the important message which
pointing out in the Gospel of Mark. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പ്രസംഗിച്ചു തുടങ്ങുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. The time is fulfilled. The kingdom of God is at hand. Repent and believe in the gospel. സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് മാനസാന്തരപ്പെടുക. Repentance is the best and important message which is preached by Jesus Christ. യേശു കർത്താവിനാൽ പ്രസംഗിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ. ഇവിടെ 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഫേസോസ് സഭയ്ക്ക് ദൂത് എഴുതി അറിയിക്കുമ്പോ അവരോട് പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം നഷ്ടമായി പോയി എന്നൊരു കുറ്റം എനിക്ക് നിന്നോട് പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഫ്രം വേർ യു ഹാവ് ബീൻ ഫാളൻ റിപ്പന്റ് ആൻഡ് ഡു ദ ഫസ്റ്റ് വർക്ക്. രേഖപ്പെടുത്തിയിരിക്കുന്നു, എവിടെ നിന്ന് ഏതിൽ നിന്ന് നീ വീണു എന്ന് അറിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. The doctrine of repentance is the most significant message in the gospel. Doctrine of repentance, മാനസാന്തരത്തിന്റെ ഉപദേശം. ഇവിടെ കർത്താവ് പറയുകയാണ്, ഫ്രം വെയർ യു ഹാവ് ഫാളൻ റിപ്പന്റ് ആൻഡ് ഡു ദി ഫസ്റ്റ് വർക്ക്. നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ഗോസ്പൽ ഓഫ് ലൂക്ക്, ചാപ്റ്റർ 13, 1 to 5 verses. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കിയാൽ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തത്, ശിലോഹാമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നുവെന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് പറയുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷാ കാലയളവിൽ പീലാത്തോസിന്റെ സമയത്ത് നടന്ന ചില സംഭവങ്ങളെ എടുത്ത് ചൂണ്ടിക്കാണിച്ചപ്പോൾ യേശു പറയുക, ആ ഗലീലക്കാർ മറ്റുള്ളവരെക്കാൾ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? ഉടനെ യേശു പറയുന്നു, അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തത്, ശിലോഹാമിലെ ഗോപുരം വീണ് 18 പേര് മാറ്റപ്പെട്ടു. ഇതൊരു ചരിത്ര സംഭവമാണ്. ആ ചരിത്ര സംഭവം എടുത്തിട്ട് യേശു പറയുന്നു, ആ മരിച്ചുപോയ 18 പേർ യെരുശലേമിൽ പാർത്തിരുന്ന സകലരേക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? എന്നുവെച്ചാൽ യേശു പറയുന്നു, അല്ലല്ല, നിങ്ങൾ
മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മള് 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വാക്യങ്ങൾ ആണെന്ന് രാത്രി ചിന്തിപ്പാൻ വായിച്ചത്. ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. റിപ്പന്റൻസ് എന്നൊരു വേർഡ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. റിപ്പന്റ് and do is the first work. The word repentance, it is a Greek word, metanoia. In Greek it is used as metanoia. That means return to the Creator. സൃഷ്ടിതാവിലേക്ക് മടങ്ങി വരിക, അതാണ് ആ വാക്കിന്റെ അർത്ഥം. റിപ്പന്റൻസ് എന്നതിന് ഗ്രീക്ക് വാക്ക് കൊടുത്തിരിക്കുന്ന മെറ്റാനോയിയ. ദാറ്റ് മീൻസ് റിട്ടേൺ ടു ദി ക്രിയേറ്റർ, സൃഷ്ടിതാവിലേക്ക് മടങ്ങി വരിക. ഇതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്, ലക്ഷ്യം തെറ്റിപ്പോയി എന്നൊരർത്ഥം കൂടെ ഗ്രീക്ക് ഭാഷാന്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചരിത്രപരമായ പല ചിന്താവിഷയങ്ങളുണ്ട്. അവയൊന്നും ഞാനിവിടെ ഡിസ്കസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശു പറയുന്നു, ഫ്രം വെയർ യു ഹാവ് ബീൻ ഫോളൻ റിപ്പന്റ് ആൻഡ് ഡു ദ ഫസ്റ്റ് വർക്ക്. നീ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. റിപ്പന്റൻസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് ഇൻ എ ക്രിസ്ത്യൻ ലൈഫ്. മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം അപ്പോസ്തലന്മാർ ഒന്നിച്ചുകൂടി യെരുശലേമിലെ മാളികമുറിയിൽ അവർ ഒന്നിച്ചുകൂടി. അങ്ങനെ അവർ ഒന്നിച്ചു കൂടിക്കൊണ്ടിരിക്കുമ്പോ അപ്പോസ്തലനായ പത്രോസ്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അവിടെ വായിക്കുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Chapter 2, Book of Acts, Chapter 2, 37 to 40. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ശ്രദ്ധിക്കുക, when Apostle Peter in his first address to the audience at Jerusalem, ജെറുസലേമിലെ തന്റെ ആദ്യ പ്രസംഗത്തിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്ന പ്രസംഗം ആണ് ഞാനിവിടെ ഉദ്ധരിക്കുവാനിടയായത്. ആക്ട്സ് ചാപ്റ്റർ 2, 37 to 47 ഭാഗങ്ങളിൽ അപ്പോസ്തലൻ പൗലോസ് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, ഇതെല്ലാം കേട്ടിട്ട് പത്രോസിനോട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നല്ലോ, ദൈവസഭയുടെ 7 ഉപദേശങ്ങളിൽ, there are 7 doctrines in the church. The first doctrine is
റിപ്പന്റൻസ്, മാനസാന്തരപ്പെടുക. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ദൈവസഭകളുടെ ക്രീഡ് ഓഫ് ദ ചർച്ചിൽ, വിശ്വാസ പ്രമാണത്തിൽ പാപമോചനത്തിന് മാനസാന്തരത്തിന് പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് എന്നൊരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. അപ്പോ റിപ്പന്റൻസ് ഈസ് ദി ഫസ്റ്റ് ഡോക്ട്രിൻ ഓഫ് ദി ചർച്ച് ഓഫ് ക്രൈസ്റ്റ്. ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഉപദേശമാണ് റിപ്പന്റൻസ്. ഇവിടെ അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നത്, ഫ്രം വെയർ യു ഹാവ് ബീൻ ഫാളൻ റിപ്പന്റ് ആൻഡ് ഡു ദ ഫസ്റ്റ് വർക്ക്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നുവെച്ച് പറയുക. അല്ല, ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ജോൺ ദി അപ്പോസ്റ്റൽ, when he was speaking to the church at എഫേസോസിലുള്ള ദൈവസഭയ്ക്ക് യോഹന്നാൻ ദൂതെഴുതി കൊടുക്കുമ്പോ യോഹന്നാൻ പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എന്നുവെച്ച് പറയുന്നു, നീ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. എന്നുവെച്ച് പറയുക, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ യോഹന്നാൻ പറയുകയാണ്, എവിടെ നിന്ന് ഏതിൽ നിന്ന് നീ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. യോഹന്നാൻ പറയുന്നു, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ വരികയും നിന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ നീക്കിക്കളയുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് മെസ്സേജ് ഓഫ് ദ ഗോസ്പൽ പ്രീച്ചിങ്. സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ ഒരു മെസ്സേജാണ്. റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാകുന്നു. അപ്പോ സുവിശേഷം എന്ന് പറയുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശു മശിഹായാകുന്നു. അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ യോഹന്നാൻ പറയുമ്പോ എഫേസോസ് സഭയ്ക്ക് ദൂതെഴുതി അവർക്ക് ലെറ്റർ എഴുതി അയക്കുമ്പോ യോഹന്നാൻ പറയുകയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഫ്രം വെയർ
you have been fallen. Repent and do the first work. If not, I will come and remove your candlesticks from you. ശ്രദ്ധിച്ചൊരു കാര്യം ശ്രദ്ധിക്കുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് നിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്യും. അപ്പോ ദൈവസഭയിലേക്ക് രക്ഷിക്കപ്പെട്ട ഓരോരുത്തരെയും കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെടുക, പാപമോചനത്തിനായി സ്നാനപ്പെടുക. അപ്പോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായി നമ്മൾ കാണുന്നുണ്ട്. അവിടെ വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിലുള്ളവരുടെ എല്ലാം ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. കാരാഗ്രഹ പ്രമാണി വിചാരിച്ചു അവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു പോയി. അങ്ങനെ വന്നപ്പോ കാരാഗ്രഹ പ്രമാണി തന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുമ്പോ പൗലോസ് പറയുന്നു, പൗലോസിനോട് കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നു, യജമാനനെ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അദ്ദേഹം പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോ എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ള ദൈവിക ആലോചനയാണ്. ആ ദൈവിക ആലോചന ഇവിടെ യോഹന്നാൻ എഫെസോസ് സഭയോട് പറയുകയാണ്, നീ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അത് കഴിഞ്ഞ് വായിക്കുന്നു, അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ നിന്റെ നിലവിളക്ക് നിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൽ യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക, അന്നേച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പറയുന്നു, അല്ലാഞ്ഞാൽ ഇഫ് നോട്ട് ഐ വിൽ കം ആൻഡ് റിമൂവ് യുവർ കാൻഡിൽസ്റ്റിക്സ്. നിന്റെ നിനക്ക് ലഭിച്ചിരിക്കുന്ന നിലവിളക്ക് എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റിക്കളയും. ഇഫ് യു ആർ നോട്ട് റിപ്പന്റിങ്, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ വരികയും നിന്നെ ദൈവസഭയ്ക്കകത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്ന് രേഖപ്പെടുത്തിയിരിക്കുക. അപ്പോ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ വരും. ആര്? കർത്താവായ യേശുക്രിസ്തു. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ യേശുമശിഹ ഇങ്ങനെ പറയുന്നു, ഐ വിൽ കം ക്വിക്ക്ലി. ഞാൻ വേഗം വരുന്നു. നമ്മുടെ കർത്താവ് വരും, നിശ്ചയം. അതിന് യാതൊരു താമസവും ഇല്ല. പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്ന, ചിലർ കൂടെ മാനസാന്തരപ്പെടണം എന്ന് വിചാരിച്ച് കർത്താവിന്റെ വരവ് താമസിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 അവസാനിക്കുവാൻ പോകുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. ദൈവസഭ മാനസാന്തരപ്പെടാതിരുന്നാൽ കർത്താവ് വരികയും
ദൈവസഭയെ ചേർക്കേണ്ടതിന് കർത്താവ് വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ ആകാശ മേഘങ്ങളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടും. മനുഷ്യപുത്രൻ വെളിപ്പെടുമ്പോൾ മാനസാന്തരപ്പെടാത്ത എല്ലാവരും മനുഷ്യപുത്രന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകും. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് നിന്റെ സ്ഥാനത്ത് നീക്കപ്പെടുകയും ചെയ്യും. അപ്പോ ഇതൊരു പ്രത്യേക ഉപദേശമല്ല. ദൈവസഭയുടെ സാർവത്രിക ദൈവസഭയുടെ ബിബ്ലിക്കൽ വചനപ്രകാരമുള്ള ഒരു ഉപദേശമാണ് ഇന്ന് രാത്രി ഞാൻ സൂചിപ്പിക്കുന്നത്. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരുപോലെ നശിച്ചു പോകുമെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. അപ്പോ മാനസാന്തരപ്പെടുക എന്നൊരു ദൂത് ദൈവസഭയോട് ദൈവത്തിന് പറയാനുണ്ട്. പിന്നെ കർത്താവ് ഈ ഭാഗത്ത് പറയുന്നൊരു ഭാഗം, എങ്കിലും നിക്കലോവിയുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 2 കുറ്റങ്ങൾ എഫേസോസ് സഭയെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. 2, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് നീ മാനസാന്തരപ്പെടുക. 2 കാര്യം പറഞ്ഞു. അടുത്തത്, അവരെക്കുറിച്ചൊരു ബുദ്ധി, ഒരു മെറിറ്റ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ എനിക്ക് നിന്നെ കുറിച്ച് പറയാം. എന്നുവെച്ച് പറയുന്നു, ഞാനും അത് പകയ്ക്കുന്നു. ഇതൊരു പ്രത്യേക ഉപദേശ വിഷയമാണ്. ആ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ലൈവ് സ്ട്രീമിൽ ഈ ഉപദേശ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് വിട്ടുനിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശ്രദ്ധിക്കുക, 7 സഭകൾക്ക് ദൂത് കർത്താവായ യേശുമശിഹ പറയുന്നുണ്ട്. എഫേസോസ്, സ്മിർന, അങ്ങനെ തുടങ്ങിയുള്ള 7 ദൈവസഭകൾക്ക്, എഫേസോസ്, സ്മിർന, പെർഗമോസ്, ടൈറ്റീരിയ, സാർദീസ്, ഫിലദൽഫിയ, ലവോഡീഷ്യ, ഈ 7 കാലഘട്ടങ്ങളിലുള്ള ദൈവസഭകൾക്ക് കർത്താവ് ദൂത് പറയുന്നുണ്ട്. 7 സഭകൾക്കും ദൂത് പറയുമ്പോ ഒരുപോലെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേർഡുണ്ട്. Those who have ears, let them hear. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നുവെച്ച് പറയുന്നു, ജയിക്കുന്നവന് ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. എഫേസോസ് ദൈവസഭയോട് ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, 7 സഭകൾക്കും ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ 7 സഭകളോടും ഒരുപോലെ റിപ്പീറ്റ് ചെയ്യുന്നൊരു വാക്കാണ് ഞാൻ പറയുന്നത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു വലിയ സ്റ്റേറ്റ്മെന്റാ. Those who have ears, let them hear that what the Spirit of God is speaking. ദൈവത്തിന്റെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്ന് വെച്ച് പറയുന്നു, ജയിക്കുന്നവന് എന്നൊരു ഭാഗം, those who are conquered, those who are conquering,
ജയിക്കുന്നവന് യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും ജയിച്ചു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കലുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോ യേശു മരണത്തെ ജയിച്ചു, യേശു പാതാളത്തെ ജയിച്ചു, യേശുവിൽ പാപമില്ലായിരുന്നു, യേശു ലോകത്തെയും ജയിച്ചു. സ്തോത്രം. ഞാനിന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കട്ടെ. 7 സഭകൾക്കും ദൂതെഴുതുമ്പോ വിട്ടുപോകാതെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്, those who have ears let them hear that the Spirit of God speaking. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞേച്ച സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ജയിക്കുന്നവന്, ഒന്നാമത്തെ ദൈവസഭയായ എഫേസോസ് സഭയോട് പറയുന്നു, ജയിക്കുന്നവന് ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ മാനവജാതി പാപം ചെയ്തതായി വായിക്കുന്നു. ഞാൻ ഒരു ദിവസം നമ്മുടെ ലൈവ് സ്ട്രീമിൽ അത് ഓർപ്പിക്കുവാനിടയായല്ലോ. ആദമും ഹവ്വയും പാപം ചെയ്തു. അതിനുശേഷം 3-ാം അധ്യായത്തിൽ 22 മുതൽ താഴെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോ യഹോവയായ ദൈവം പറയുന്നു, മനുഷ്യൻ നമ്മെ പോലെ നന്മതിന്മകളെ കുറിച്ച് അറിയുന്ന ഒരുവനായി തീർന്നിരിക്കുന്നു. അവൻ ഇനി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന്, ശ്രദ്ധിക്കണമേ, ഉൽപ്പത്തി പുസ്തകം 3-22 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ നന്മതിന്മകളെ കുറിച്ച് അറിയുന്നവനായി തീർന്നിരിക്കുന്നു. അവൻ നമ്മെ പോലെ ആയിരിക്കുകയാണ്. അവനിനി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് നാം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളകാം. ശ്രദ്ധിക്കുക, ഇവിടെ എഫേസോസിലുള്ള ദൈവസഭയ്ക്ക് ദൂതെഴുതി അറിയിക്കുമ്പോ, അത് അവസാനിപ്പിക്കുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുവെച്ച് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഏദൻ പൂങ്കാവനത്തിൽ ആദം ഹവ്വ ദമ്പതിമാർ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. അവര് പാപം ചെയ്തു കഴിഞ്ഞപ്പോ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയായ ദൈവം പറയുന്നു, മനുഷ്യൻ നമ്മൾ ഒരുവരെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. നന്മതിന്മകളെ കുറിച്ച് അറിയുവാൻ അവൻ അറിവ് ലഭിച്ചിരിക്കുന്നു. അവൻ ഇനിയും ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നിട്ട് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് നാം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളകാം. അപ്പോ ആദാമിനും ഹവ്വയ്ക്കും ഏദൻ തോട്ടത്തിൽ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നു കഴിഞ്ഞപ്പോ പാപം ചെയ്തു. യഹോവയായ ദൈവം പറയുന്നു, അവർ നന്മതിന്മകളെ കുറിച്ച് അറിയുന്നവരായി തീർന്നു, നമ്മിൽ ഒരുവരെ പോലെ ആയി തീർന്നു. ഇനി അവര് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നിട്ട് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് ദൈവം ആദാമിനോട് കൽപ്പിച്ചു.
അങ്ങനെ ആദമും ഹവ്വയും നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നു. അവരാത്മീകമായി മരണപ്പെട്ടു. അവരുടെ കണ്ണുകൾ തുറന്നു. അവർ നന്മതിന്മകളെ കുറിച്ച് അറിയുന്നവരെ പോലെ ആയി. സ്വപ്നം. അത് കഴിഞ്ഞ് പറയുക 3:23 മുതൽ 25 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവർ നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇനി അവർ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, അവർ ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും മരിക്കത്തില്ല. അതുകൊണ്ട് അവരെന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് നാം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളക എന്ന് പറഞ്ഞ് യഹോവയായ ദൈവം ആദമിനെയും ഹവ്വയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഏദനിൽ ആദമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയ ജീവവൃക്ഷത്തിന്റെ ഫലം ജയിക്കുന്നവന്, ജയാളിയായി വരുന്നവന്, പാപത്തിന്റെ മേൽ ജയമെടുക്കുന്നവന്, ഈ ലോകത്തിന്റെ സുഖങ്ങളുടെ മേൽ ജയമെടുക്കുന്നവന്, ജഡീക ചിന്തകളുടെ മേൽ ജയമെടുക്കുന്ന ജയാളിയായ ഒരുവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. എല്ലാ സഭകൾക്കും ദൂതെഴുതി അറിയിക്കുമ്പോ 7 സഭകൾക്കും ദൂതെഴുതി അവസാനിപ്പിക്കുമ്പോ അവിടെ യോഹന്നാൻ റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നുവെച്ച് പറയുന്നത്, ജയിക്കുന്നവന് ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തീരുമാനം കൊടുക്കും. ഏക മനുഷ്യനായ ആദാമിനാൽ പാപം ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പാപം ചെയ്ത ആദമിനെയും ഹവ്വയെയും യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പുറത്താക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞ കാര്യമാണ് ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ നന്മതിന്മകളെ കുറിച്ച് അറിയുന്ന നമ്മളെ പോലെ ഒരുവനെ പോലെ ആയിത്തീർന്നു. ഇനി അവർ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം, ദൈവിക പർദീസയിൽ ഉള്ള ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നിട്ട് എന്നേക്കും ജീവിച്ചിരിക്കും. അവർ ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി കളഞ്ഞു. എന്നുവെച്ച് ഇവിടെ പറയുകയാണ്, 7 സഭകൾക്കും ദൂതെഴുതി അതാത് സഭയുടെ ദൂത് അവസാനിപ്പിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു വെച്ച് എഫേസോസിലെ സഭയ്ക്ക് ദൂതെഴുതി ദൂത് അവസാനിപ്പിക്കുമ്പോ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ശ്രദ്ധിക്കണം എന്റെ ദൈവമക്കളെ, ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാതിരിക്കേണ്ടതിന് യഹോവയായ ദൈവം പുറത്താക്കി കളഞ്ഞു. എന്നാൽ ക്രിസ്തു യേശു മുഖാന്തരം യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് യേശു ക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന്റെ ഫലമായി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ചേർക്കുവാൻ കർത്താവ് ആകാശമേഘങ്ങളിൽ വെളിപ്പെടുമ്പോ ആ സഭയ്ക്ക്, രക്ഷിത കൂട്ടത്തിന്, ജയാളികളുടെ ഗ്രൂപ്പിന്, ദ ഗ്രൂപ്പ് ഓഫ് ദ കോൺകറേഴ്സ്, ജയാളികളായുള്ള ഗ്രൂപ്പിന് ലഭിക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം.
എന്ന സദൃശ്യവാക്യം 11-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം ശലോമോൻ രാജാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്: നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം. അപ്പോ ഇവിടെ രേഖപ്പെടുത്തുന്നു, യോഹന്നാൻ തന്റെ എഫെസോസ് സഭയോടുള്ള ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അദ്ദേഹം പറയുകയാണ്, ജയിക്കുന്നവന് ഏവൻ പറുദീസായിൽ, ദൈവത്തിന്റെ പറുദീസായിൽ നിന്നിരിക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ശ്രദ്ധിക്കണേ, ജയിക്കുന്നവന് ഒരു ഇമ്പോർട്ടന്റ് വേർഡ് അവിടെ കൊടുത്തിരിക്കുന്നത്. Those who have been conquering. Those who have been conquering. ജയിക്കുന്നവന്. എന്തിനെ ജയിക്കുന്നവന്? ഈ ലോകത്തിന്റെ ഇമ്പങ്ങളെ ജയിക്കുന്നവന്, ഈ ലോകത്തിലെ പാപത്തെ ജയിക്കുന്നവന്, ഈ ലോകത്തെ ജയിക്കുന്നവന്, സാത്താനെ ജയിക്കുന്നവന്. യേശു കർത്താവ് മരണത്തെ ജയിച്ചു, സാത്താനെ ജയിച്ചു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ജയിച്ചു. എന്നാൽ മനുഷ്യനായി ജനിച്ച നമുക്ക് മരണത്തെ ജയിക്കുവാൻ കഴിയത്തില്ല. കാരണം മരണം നമുക്കെല്ലാവർക്കും നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകലർക്കും നിയമിച്ചിരിക്കുന്നു. God Almighty determined that there is death and judgment for all the humankind. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്കായി നിയമിച്ചിരിക്കുക. അപ്പോ നമ്മൾ മനുഷ്യരാകയാൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടെയുള്ളവരായതുകൊണ്ട് മരണത്തെ ജയിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും മനുഷ്യനായി ജനിച്ച ഒരുവനും മരണത്തെ ജയിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഈ മരണത്തെ ജയിച്ച ഒരുവനുണ്ട്. അവനത്രേ മരണത്തിന് മേൽ ജയമെടുത്തവനായ നമ്മുടെ കർത്താവായ യേശു മശിഹ. റോമാലേഖനത്തിൽ പൗലോസിന്റെ ഭാഷയിൽ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്: യേശു മരിച്ചവൻ, മരിച്ചിട്ടോ ഉയർത്തെഴുന്നേറ്റവൻ. പലരും പറയാറുണ്ട് യേശു മരിച്ചിട്ടില്ലെന്ന്. ബട്ട് ക്ലിയർലി അപ്പോസ്റ്റൽ പോൾ says in the book of Romans chapter 8 verse 34, 8-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് who died and resurrected from the dead. യേശു മരിച്ചവനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അപ്പോ മരണത്തെ ജയിച്ച ഒരുവനുണ്ട്. അവനത്രേ യേശു കർത്താവ്. സ്തോത്രം. അപ്പോ ഈ ലോകത്തെ നമുക്ക് ജയിക്കണം, പാപത്തെ ജയിക്കണം, ലോക ഇമ്പങ്ങളെ ജയിക്കണം, സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കണം. അങ്ങനെ ജയിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ ലഭിക്കും. സ്തോത്രം. ഇവിടെ നമ്മള് ഈ ഭാഗം അവസാനിപ്പിക്കുമ്പോ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിന്റെ ലാസ്റ്റ് വാക്യം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശ്രദ്ധിക്കുക. Those who have ears, let them hear that what the Spirit of God is speaking to the church. ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്നുവെച്ച് പറയുന്നു, ജയിക്കുന്നവന് ഒരു ഫ്രൈസ്, ജയിക്കുന്നവന്, those who have been conquering the world, those who have been conquering the statistics of Satan, those who have been conquering the power of sin. പാപത്തെ ജയിക്കുന്നവന്,
സാത്താനെ ജയിക്കുന്നവന്, those who have been conquering the lust of the flesh, the lust of the eyes, the pride of the life. യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. Those who have been conquering the lust of the eyes, lust of the flesh, the pride of the life. ലോകത്തെ ജയിക്കുന്നവന്, ലോകത്തെ ജയിച്ച നമ്മുടെ ജയമോ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം തന്നെ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവസഭകളോട് യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, let them hear that what the Spirit of God tells to the church. Those who have ears, let them hear. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് 7 സഭകൾക്കും ദൂത് പറയുമ്പോ ഒരുപോലെ വിളിച്ചു പറയുന്നു. ജയിക്കുന്നവന്, ജയാളിയാകുന്നവന് ഈ ലോകത്തെ, അതിന്റെ മോഹങ്ങളെ, ജഡത്തെ, അതിന്റെ വിചാരങ്ങളെ ജയിക്കുന്നവന്, പാപത്തെ ജയിക്കുന്നവന് അവന് കിട്ടുന്ന പ്രതിഫലം, അവന്റെ പേര് ശലോമോൻ രാജാവ് പ്രോവർബ്സിൽ ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ പ്രതിഫലം ജീവവൃക്ഷം. അപ്പൊ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കട്ടെ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പ്രിയ സഹോദരന്മാരെ, പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയ ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന്, ഏദൻ പരദീസയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞ യഹോവയായ ദൈവം ഇനി അവർ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിച്ചാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കാൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി കളയുന്നു. ആ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം മൂലം പാപമോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവാകുന്ന വീണ്ടെടുപ്പിന്റെ മുദ്രയെ പ്രാപിച്ച് വീണ്ടെടുപ്പ് നാളിനായി കാത്തിരിക്കുന്ന ദൈവസഭയ്ക്ക് ലഭിക്കുവാൻ പോകുന്ന അതിമഹത്തായ ഒരു പ്രതിഫലം. ആ പ്രതിഫലമാണ് ഏദൻ പർദീസായി ആദമിന് നഷ്ടമായി പോയ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തിന്മാൻ ലഭിക്കും. There is a clause, those who are conquering, those who have victory, those who have been conquering, ജയിക്കുന്നവന് ഒരു പ്രത്യേക ക്ലോസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. God shall give us the fruit of the life. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം നമുക്ക് തരും. There is a clause. We have to be conquering each and every day. Then we will be rewarded to eat with the fruit of the life. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം. The fruit of the tree of the life. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നമുക്ക് ലഭിക്കും. ആകയാൽ പ്രിയ സഹോദരന്മാരെ, ഞാൻ ഈ ഭാഗം ഇന്ന് പകൽ രാത്രി ഇവിടെ അവസാനിപ്പിക്കുക. ഇവിടെ പറയുന്നു, ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേട്ടുകൊള്ളട്ടെ എന്നുവെച്ച് പറഞ്ഞു. ജയിക്കുന്നവന് ഏദൻ പർദീസായിൽ ആദമിനും ഹവ്വയ്ക്കും നഷ്ടമായി പോയ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നേണ്ടതിന് ലഭിക്കും.
അപ്പോ ആദമിനും ഹവ്വയ്ക്കും, ആദ്യ മനുഷ്യനായ ആദമിനും ഹവ്വയ്ക്കും ഏദൻ തോട്ടത്തിൽ, ഏദൻ പർദീസായിൽ നിലനിന്നിരുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ ഭാഗ്യം ലഭിച്ചില്ല. അതിന് അവരെ അവിടുന്ന് പുറത്താക്കി കളഞ്ഞു യഹോവയായ ദൈവം. എന്നാൽ ഇവിടെ പറയുന്നു, യേശുക്രിസ്തു മുഖാന്തരം കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭയിലെ വിശുദ്ധന്മാരായ അംഗങ്ങൾക്ക്, ജയിക്കുന്നവർക്ക്, ജയം പ്രാപിക്കുന്നവർക്ക് ഏദൻ പർദീസായിൽ ആദമിനും ഹവ്വയ്ക്കും നഷ്ടമായി പോയ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ ലഭിക്കും. സ്തോത്രം. ഒരിക്കൽ കൂടി ഓർമ്മിക്കട്ടെ, ഏദൻ പർദീസായിൽ ആദമിനും ഹവ്വയ്ക്കും നഷ്ടമായി പോയ സൗഭാഗ്യം നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം മാനസാന്തരപ്പെട്ട്, പാപമോചനത്തിനായി മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന യേശു കർത്താവിന്റെ മണവാട്ടി സഭയ്ക്ക്, ജയിക്കുന്നവരുടെ കൂട്ടത്തിന് ദൈവം നൽകുന്ന പ്രതിഫലമാണ്. ഏദന്റെ തോട്ടത്തിൽ, ഏദൻ പർദീസായിൽ, ദൈവത്തിന്റെ പർദീസായിൽ നിന്നിരുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് തിന്മാൻ ലഭിക്കും. ആകയാൽ പ്രിയ സഹോദരന്മാരെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും. ആകയാൽ നാം ജയിക്കുന്നവരായി തീരാം, ജയാളികളായി തീരാം. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം, അത് ഏദൻ പർദീസായിൽ ആദമനും ഹവ്വയ്ക്കും നഷ്ടമായ ആ ജീവവൃക്ഷത്തിന്റെ ഫലം ക്രിസ്തു യേശു മുഖാന്തരം നമുക്ക് ലഭിക്കുകയാണ്. അതിനായി ഈ കാലങ്ങളിൽ കർത്താവായ യേശു മിശിഹാ നിങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. Let Almighty God give you all the blessings. പ്രിയ കർത്താവേ, ഇന്ന് രാത്രി തിരുവചനം കേട്ട എല്ലാവരെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കും. തിരുനാമം ഇന്ന് രാത്രിയിലും മഹത്വപ്പെടുത്തണമേ. We will meet on Monday for the next part of the book of Revelation. Let Almighty God give you all the blessings. This is Pastor Sanike Thomas signing off from Changanur. Let Almighty give you all the blessings. Amen, amen, amen.